തമിഴ്നാട്ടിൽ വിജയുടെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം. കേവല ഭൂരിപക്ഷം തികയാത്തതാണ് അനിശ്ചിതത്വത്തിന് കാരണം. ഇതോടെ ചെറുകക്ഷികളുമായി ടിവിക്ക് ചർച്ച തുടരുകയാണ്. ഇതിനിടെ വിജയുടെ പോലീസ് സുരക്ഷാ വാഹന വ്യൂഹം പിൻവലിച്ചു. വിജയുടെ ആവശ്യപ്രകാരമാണ് നടപടിയെന്നാണ് വിശദീകരണം. അജയ് സുധാബിജി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. തമിഴ്നാട്ടിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. ഗവർണർ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. 118 പേരടങ്ങുന്ന ഭൂരിപക്ഷം തികച്ച് അങ്ങനെയൊരു കത്ത് നൽകുകയാണെങ്കിൽ മാത്രമേ ഗവർണർ ഇനി അയയാനുള്ള സാധ്യതയുള്ളൂ. എന്നാൽ 118 പേരുടെ ഭൂരിപക്ഷം തികയ്ക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്ക് വിജയ്ക്ക് എത്താനാകുന്നില്ല എന്നുള്ളതാണ്. അനുശ്രീ, അത് നാടകീയമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത്. ഒരു വിജയ് സിനിമ കാണുന്ന ത്രില്ലോടെ തന്നെയാണ് അവിടെയുള്ള പൊളിറ്റിക്സ് ഇപ്പോൾ ജനങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വിജയ് ഇന്നലെ സർക്കാർ രൂപീകരണത്തിനുള്ള അവകാശവാദവുമായി ഗവർണറെ സമീപിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ള TVK സർക്കാർ രൂപീകരണത്തിന് ഗവർണർ നിലവിൽ അനുവദിച്ചിട്ടില്ല. TVKക്ക് ഭൂരിപക്ഷമില്ല എന്നാണ് ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ കോൺഗ്രസിന്റെ പിന്തുണ ഉൾപ്പെടെ 112 MLA-മാരുടെ പിന്തുണയാണ് TVKക്ക് ഉണ്ടാവുക. എന്നാൽ 118 പേരുടെ പിന്തുണയുള്ള കത്ത് സമർപ്പിക്കണം എന്നാണ് ഗവർണർ നിലവിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലുള്ള മറ്റ് ചെറു പാർട്ടികളുടെ പിന്തുണ തേടിയുള്ള നെട്ടോട്ടത്തിലാണ് TVK എന്ന് നമുക്ക് നിലവിൽ കാണാനാകും. അതിനിടെ മറ്റ് ചില നാടകീയമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ADMKയിലുള്ള ഒരു വിഭാഗം നേതാക്കൾ TVK പിന്തുണയ്ക്കാനുള്ള നീക്കത്തിലാണ് എന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ ADMKയുടെ എല്ലാ MLA-മാരെയും പുതുച്ചേരിയിലുള്ള ഒരു റിസോർട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ TVKയുടെ ഈ ജനറൽ സെക്രട്ടറിയൊക്കെ ഇത്തരത്തിൽ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ADMKയുടെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ TVKയുമായിട്ട് ഒരു സന്ധി ചേരാനുള്ള ചർച്ചകൾ നടക്കുന്നു എന്നതെല്ലാം അസംബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ നിലവിൽ ADMKയുടെ MLA-മാരെ ഈ റിസോർട്ടിലേക്ക് മാറ്റുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു നീക്കങ്ങൾ, അതായത് TVKയുമായിട്ട് ചേരാനുള്ള ഒരു വിഭാഗം നേതാക്കളുടെ ആലോചനകളെ അത് അട്ടിമറിക്കാനാണ് എന്ന് നമുക്ക് വിലയിരുത്താനാകും. അതുപോലെ തന്നെ വിജയ് ഇപ്പോൾ പ്രധാനമായിട്ടും തേടുന്നത് കോൺഗ്രസിന് പുറമെ മറ്റ് ചെറു പാർട്ടികളുടെ പിന്തുണയാണ്. അതായത് CPI, CPM, അതുപോലെ തന്നെ VCK തുടങ്ങിയിട്ടുള്ള പാർട്ടികളുടെ പിന്തുണ. ഇതിൽ VCK എന്ന പാർട്ടി ഇന്ന് ഒരു പ്രത്യേക യോഗം ചേരുന്നുണ്ട്. ഈ യോഗത്തിൽ TVKക്ക് പിന്തുണ നൽകണമോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ള കാര്യം തീരുമാനിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിടുതലൈ ചിരുതൈകൾ കച്ചി നേതാവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ നേതാക്കൾ ഉൾപ്പെടെ പറയുന്നത് തമിഴ്നാട് വിജയ്ക്ക് ഭരിക്കാനായിട്ട് ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അത് വിജയ് തീർച്ചയായിട്ടും ഉപയോഗിക്കണം എന്നാണ് അതിൻ്റെ നേതാക്കളൊക്കെ പറയുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനമാണ് VCKയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അവർ ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു അന്തിമ തീരുമാനം പറയാം എന്നുള്ള നിലപാടിലാണ്. ഇപ്പോൾ CPIയും CPMും അവർ ഔദ്യോഗികമായി നിലപാട് അറിയിച്ചിട്ടില്ല എങ്കിലും പുറത്തു നിന്ന് പിന്തുണയ്ക്കാം എന്നാണ് അവരിൽ പലരും ഒരു പരോക്ഷമായിട്ടെങ്കിലും നൽകുന്ന സൂചന. അതായത് TVKക്ക് ഔദ്യോഗികമായിട്ട് പിന്തുണ അറിയിച്ചുകൊണ്ടുള്ള കത്ത് നൽകാതെ സഭയിൽ പുറത്തു നിന്ന് പിന്തുണയ്ക്കാനുള്ള ഒരു നീക്കത്തിലാണ്. പക്ഷേ CPI, CPM തുടങ്ങിയിട്ടുള്ള പാർട്ടികൾ പിന്തുണച്ചാൽ മാത്രമേ അവർക്ക് 118 എന്നൊരു സംഖ്യയിലേക്ക് എത്താനാകൂ. ഇപ്പോൾ VCK ഏറെക്കുറെ ഒരു പോസിറ്റീവായിട്ടുള്ള സമീപനം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ 2 MLA-മാരെ കൂടെ ചേർത്താൽ 114 എന്നൊരു അംഗസംഖ്യ വരും. അപ്പോൾ ഇനി വേണ്ടത് 4 MLA-മാരാണ്. അത് CPIയും CPMും കൂടി TVK പിന്തുണച്ചാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. പക്ഷേ ഈ പുറത്തു നിന്ന് പിന്തുണച്ചാൽ ഗവർണർ ആവശ്യപ്പെടുന്ന 118 എന്നുള്ള അംഗസംഖ്യ ആകില്ല. അതുകൊണ്ട് ഇവരെ എങ്ങനെയെങ്കിലും അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ TVK അധ്യക്ഷനായിട്ടുള്ള വിജയ്. അതിനിടെ ഇപ്പോൾ DMK ADMK സഖ്യം രൂപപ്പെടുന്നു എന്നൊരു അഭ്യൂഹം കൂടിയുണ്ട്. 2 പാർട്ടികളിലെ നേതാക്കൾ പരസ്പരം ചർച്ചകൾ നടത്തുന്നതായിട്ട് സൂചനകളുണ്ട്. TVKക്ക് ബദലായി ഒരു ദ്രാവിഡ ഐക്യം രൂപീകരിക്കാനുള്ള നീക്കത്തിലാണ് ഈ 2 കക്ഷികളും എന്ന് നമുക്ക് കാണാനാകും. അങ്ങനെയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ചരിത്രമാണ്. ഇപ്പോൾ കരുണാനിധിയും പിന്നെ MGRും തമ്മിൽ വഴിപിഴിഞ്ഞ് 2 ദിശകളിലേക്ക് പോയതിന് ശേഷം 2 പാർട്ടികളും തമിഴ്നാട്ടിലെ ദീർഘകാലയളവിലായിട്ടുള്ള ഒരു വൈരികളാണ്. അപ്പോൾ 2 പാർട്ടികളും ഒന്നിച്ചാൽ അത് തീർച്ചയായിട്ടും ഒരു ചരിത്രം തന്നെയാകും. പക്ഷേ ഇതുവരെ ഇരു പാർട്ടികളുടെ നേതാക്കൾ ഔദ്യോഗികമായിട്ട് ഇതിൽ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. എടപ്പാളി പളനിസ്വാമിയെ മുഖ്യമന്ത്രിയും
അതുപോലെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയുമായിട്ടുള്ള ഒരു അനുനയ നീക്കത്തിനാണ് ചരടുവലികൾ നടക്കുന്നത് എന്നൊരു ചില സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ അണിയറയിലെ ചില ചർച്ചകൾ മാത്രമാണ്. അതിൽ സ്ഥിരീകരണമൊന്നും നമുക്ക് നിലവിൽ വന്നിട്ടില്ല. ഈ ചർച്ചകൾ എന്തായാലും പലതരത്തിൽ പല രീതിയിൽ നടക്കുന്നുണ്ട്. പക്ഷേ അതിൽ ഒരു പ്രശ്നം, അതായത് ഈ ADMK DMK പാർട്ടികൾ ഒന്നിച്ചാലുള്ള ഒരു പ്രശ്നം, ഇത് അംഗസംഖ്യ 118 ആകില്ല എന്നുള്ളതാണ്. ഈ രണ്ട് പാർട്ടികളുടെ അംഗസംഖ്യ, അതായത് 59ഉം 47ഉം, DMKയുടെ 59ഉം ADMKയുടെ 47ഉം തമ്മിൽ ചേർന്നാൽ 106 ആവുകയുള്ളൂ. അപ്പോൾ അതും വിജയിയുടെ ആ ഒരു കക്ഷിയെ ബദലാകില്ല എന്ന ഒരു സത്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വിജയ് തന്നെ മുഖ്യമന്ത്രിയാകും, TVK തന്നെ ഭരിക്കും. പക്ഷേ അതിൻ്റെ അതൊരു ഈസി വാക്ക് ഓവർ ആകില്ല എന്നതാണ് ഇതിലൊരു യാഥാർത്ഥ്യം. ശരി, അജയ് സുധാ ബിജു ആണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.